ഇന്ന് നമുക്ക് കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊണ്ടുപോകാൻ പറ്റിയൊരു അടിപൊളി പൗച്ച് ഉണ്ടാക്കിയാലോ. ഇത് ഏത് തുണികൾ കൊണ്ട് വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. ഇപ്പോൾ ഇതിൽ കാണിക്കുന്നത് കട്ട് പീസുകൾ കൊണ്ട് ഒരു പൗച്ച് സ്റ്റിച്ച് ചെയ്തെടുത്താണ്. കട്ട് പീസുകൾക്ക് എത്ര നീളവും വീതിയും വേണമെന്നൊന്നുമില്ല, നമ്മൾ ഇഷ്ടംപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കുറച്ച് കട്ട് പീസുകൾ ഇതേപോലെ എടുത്തിട്ടുണ്ട്. ഇനി അത് ഓരോന്നായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. 11 ഇഞ്ച് വീതി നീളത്തിലായിട്ടത് ചെയ്യുന്നത്. അപ്പോൾ അത്രത്തോളം ആകണ വരെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ ഇങ്ങനെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ കട്ട് പീസുകൾ കൊണ്ട് ചെയ്യുന്നത്. അപ്പോൾ പല കളറാകുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവുമല്ലോ കാണാൻ. അങ്ങനെ ഒരു ഇത് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചതാട്ടോ. ഒറ്റ കളർ തുണിയാണെങ്കിൽ ഇതേപോലെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കൊരു കട്ടി കിട്ടാൻ വേണ്ടി ഉള്ളിൽ ഒരു കട്ടിയുള്ള പീസ് എന്തെങ്കിലും കൊടുത്താൽ മതി. അത് ഈ ടെക്സ്റ്റൈൽസ് എന്നൊക്കെ നമ്മൾ തുണി വാങ്ങുമ്പോൾ കിട്ടുന്ന ഒരു കവറുണ്ടല്ലോ, അത് കട്ട് ചെയ്തിട്ട് കൊടുത്താലും മതി. ഇപ്പോൾ കട്ട് പീസുകൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആദ്യം കട്ട് ചെയ്ത് വെച്ച ഒരു കവറിൻ്റെ പീസാട്ടോ അത് 11 ഇൻറ്റു 11 ഇഞ്ച് അളവാണ്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ച തുണി ഇതേപോലെ അതേ അളവിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ട്രാൻസ്പെറൻ്റായ ഒരു പ്ലാസ്റ്റിക് ഷീറ്റാട്ടോ അതേ അളവിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നല്ല ഭാഗം അടിയിൽ വരുന്ന വിധത്തിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ പീസും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ കവറിൻ്റെ ഷീറ്റും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ 4 ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ അതിൻ്റെ നല്ല ഭാഗം മുകളിലേക്ക് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നീളവും വീതിയും കറക്റ്റ് 11 ഇഞ്ചാട്ടോ എടുത്തിട്ടുള്ളത്. ഇനി സിബ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഏത് ഭാഗത്ത് വേണമെങ്കിലും വെക്കാം കേട്ടോ. ഒരേ അളവായതുകൊണ്ട് എവിടെ വെച്ചാലും കുഴപ്പമില്ല. സിബിൻ്റെ നല്ല ഭാഗവും തുണിയുടെ നല്ല ഭാഗവും വെച്ച് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ മറുഭാഗത്ത് സിബ് വെക്കാൻ വേണ്ടി അത് ഉൾഭാഗം മറിച്ചിടുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇതേപോലെ ആ ഭാഗത്തും സിബിൻ്റെ മറ്റേ അറ്റം സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതിന് സിബ് വെച്ച് കൊടുത്തിട്ടുള്ളത് പഴയ ബാഗിൻ്റെ ഒക്കെ സിബാട്ടോ. അപ്പോൾ നമുക്ക് ഇത് പൈസ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. തുണികളും നമ്മളുടെ വീട്ടിലുണ്ടാവും. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലതല്ലേ, പൈസയെ ലാഭിക്കാമല്ലോ. ഇതേപോലെ മടക്കി പിടിച്ച് അതിൻ്റെ 2 കോണിലും ഇതേപോലെ അടിഭാഗത്ത് ഇങ്ങനെ കട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ചെയ്യേണ്ടത്, ഇനി ആ സിബുള്ള ഭാഗം ഇതേപോലെ എടുത്ത് നമ്മൾ ആ കട്ട് ചെയ്ത ഭാഗത്തേക്ക് വെച്ച് പതിച്ച് അടിച്ചു കൊടുക്കുക. അത് 2-3 സ്റ്റിച്ച് ചെയ്യണം, നല്ലതാട്ടോ, വിട്ടു പോരാതിരിക്കാൻ വേണ്ടി. അതിൻ്റെ മറു സൈഡിലും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞ് 4 സൈഡിലും 1 ഇഞ്ച് നീളത്തിലും വീതിയിലും മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. നാല് സൈഡും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഓരോ സൈഡും ഇതേപോലെ നീളത്തിൽ പിടിച്ച് അവിടെ 2-3 സ്റ്റിച്ച് ഒന്നിച്ചു കൊടുക്കുക.
4 ഭാഗം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ നല്ല ഭാഗം പുറത്തേക്കാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചുളിഞ്ഞ് നിൽക്കാതിരിക്കാൻ വേണ്ടി കൈകൊണ്ട് ഇതേപോലെ 4 മൂലകളും നല്ലോണം ശരിയാക്കണം കേട്ടോ. അപ്പോൾ ഒരു അടിപൊളി പൗച്ച് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുട്ടികൾക്ക് പേനയും പെൻസിലും എല്ലാം ഇട്ടുകൊണ്ട് പോവാമല്ലോ. അടിപൊളിയായില്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ഒന്ന് ചെയ്യണേ. ഇതിൻ്റെ ഉൾഭാഗത്തായിട്ട് സിബ് സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അരികൾ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ.